എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നീളമോള് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കയറ് വലിച്ചെടുത്തിട്ട് തൊട്ടിയെ പിടിക്കാനുള്ള ഒരു ലെങ്ത് കിട്ടുന്നില്ല കൈക്ക്. എങ്ങനെയാണ് പിടിക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം കോരി കഴിയുമ്പോഴേക്കും തൊട്ടി കയ്യിൽ നിന്ന് വിട്ടുപോകും. അതുപോയി കിണറ്റിലോട്ട് വീഴുന്ന ശബ്ദം കേട്ട് മോള് പേടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കാവേരിയും ഗംഗയും വരുന്നത്. അന്നേരം ഓടി വന്നിട്ട് നീ എന്ത് പണിയാണ് കാണിച്ചത്, നിന്നോട് ഈ പണിയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞത് എന്ന് കാവേരി ചോദിക്കുമ്പം നീളമോള് പറയുന്നുണ്ട് ഗീത പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തതെന്നാണ്. അന്നേരം അവളോടൊന്ന് ചോദിക്കട്ടെ, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ട പണിയാണോ ഇത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പം വേണ്ട അങ്ങോട്ട് പോയി ചോദിക്കേണ്ട, ആകെ വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുവാണ്. അന്നേരം കാവേരി ചോദിക്കുന്നുണ്ട് യമുന എന്ത് ചെയ്യുന്നു. അന്നേരം യമുനേച്ചി തുണി കഴുകാൻ വേണ്ടി ആറ്റിപ്പോയി എന്ന് പറയും. അന്നേരം ഇവർ അങ്ങോട്ട് ചെല്ലുവാണ് തുണി കഴുകുന്നിടത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ യമുന കുറേ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടെ കൂടും. എന്നിട്ട് കാവേരി പറയുന്നുണ്ട് എനിക്ക് ശരിക്കും ദേഷ്യം വന്നു, അവളോട് രണ്ട് പറയണമെന്ന് ഞാൻ ഓർത്തതാണ്. പിന്നെ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പം എല്ലാവരോടും ഒരുമിച്ച് ചെയ്താൽ പെട്ടെന്ന് തീരുമല്ലോ എന്ന് കരുതി എന്ന് പറയും. അന്നേരം ഗംഗ പറയുന്നുണ്ട് സാരമില്ലടി, നമ്മൾ വേറൊരു വീട്ടിൽ വന്ന് നിൽക്കുമ്പം അവിടുത്തെ ജോലി കൂടി ഷെയർ ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പം കാവേരി പറയുന്നുണ്ട് ഷെയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, നീളമോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ, അല്ലാതെ എന്ത് ജോലി വേണേലും ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. അന്നേരം യമുന പറയുന്നുണ്ട് ജോലി ചെയ്ത് നമ്മുടെ പരിപ്പെടുക്കും, ആ രീതിയിലാണ് അവരുടെ രീതിയെന്ന്. അപ്പോഴത്തേക്കും നീളമോള് വലിയൊരു ബണ്ടിൽ തുണിയായിട്ട് പിന്നെയും വരുവേ. അന്നേരം കാവേരി ചോദിക്കുന്നുണ്ട് ഇത് മൊത്തം നീ തന്നെയാണോ കൊണ്ടുവന്നത്, നിൻ്റെ കയ്യിൽ ഇത് ആരാ തന്നു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗീതയാണ് എന്ന് പറയും. അന്നേരം നീളമോള് പറയുക എൻ്റെ കയ്യിൽ ഇത് തന്നു വിട്ടു, അമ്മയാണെങ്കിൽ അവിടെ വേലക്കാരിയെ പോലെ എല്ലാ റൂമും അടിച്ചു വാരി തുടയ്ക്കുവാണ് എന്ന് പറയുമ്പം യമുന പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ, അമ്മയാണെങ്കിൽ ഉള്ള ജോലി മൊത്തം തീർത്ത് വെക്കും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി, പിന്നെയും ജോലി കൊടുക്കും, ഇന്നലെ രാത്രി തൊട്ട് ആ പാവത്തിന് തലവേദനയാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം ഗംഗ പറയുന്നുണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ വിധി ഇതായി പോയില്ലേ, കുറച്ച് ദിവസത്തേക്ക് സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം നീളമോള് പറയുന്നുണ്ട് ഈ വീട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും വഴക്കാണ്, ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറയുവാണേ. ഇതിനിടയ്ക്ക് യമുന ആ വണ്ടിയിൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് സകല തുണിയുണ്ട്, കർട്ടനും മേശവിരിയും സഹിതം എല്ലാ തുണികളും ഉണ്ട്. അന്നേരം അത് നോക്കിയിട്ട് യമുന പറയുന്നുണ്ട് ആ വീട്ടിലെ എല്ലാ തുണികളും ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുടെ തുണി വരെ ഇതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പോഴാണ് ഇതൊക്കെ കഴുകാൻ ഇവിടെ വെള്ളമുണ്ട് എന്നുള്ള കാര്യം ഗീതിച്ച് മനസ്സിലാക്കിയതെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ കളിയാക്കി പറയുന്നു. അത് കഴിഞ്ഞ് അവർ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടൻ തുണിയാണെന്ന് തോന്നുന്നു, ഒരെണ്ണം കഴുകി പിഴിഞ്ഞെടുക്കുമ്പോൾ അത് കീറി വരെ പോകുന്നുണ്ട്, ഒത്തിരി പഴയ തുണിയായിരിക്കാം. അതൊക്കെ കാണുമ്പോൾ നന്നായി എന്നുള്ളൊരു ഭാവമാണ് കാവേരിക്ക്. ഈ സമയം ഗീത വീട്ടിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് സുജാതയോട് പറയുന്നുണ്ട് അമ്മേ ഇപ്പം കണ്ടോ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന്, നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ നിലം തൊടാൻ അനുവദിക്കരുത്, അത് ചെറുതാണെങ്കിൽ പോലും. ഞാനിത് പഠിച്ചത് രത്നമ്മ അമ്മയുടെ കയ്യിൽ നിന്ന്, അവളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നാണ് പഠിച്ചത് എന്ന്, അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുമ്പം സുജാത പറയുന്നുണ്ട് നിന്നെപ്പോലെ ഇത്രയും ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഗംഗ വരുന്നത്. അന്നേരം എന്താ എന്നിങ്ങനെ പുച്ഛത്തോട് ചോദിക്കുമ്പം തുണിയെല്ലാം കഴുകിയിട്ടു എന്ന് പറയും. അന്നേരം ഗീത പറയുവാണ് പണിയെല്ലാം തീർന്നെങ്കിൽ അന്തപുരത്തിൽ കയറിയിരുന്നു, ഭക്ഷണം കഴിക്കാറാകുമ്പം വിളിക്കാം എന്ന് പറയുമ്പം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ഗംഗ പറയും. അന്നേരം പറയാനുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു, വലിയ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. എല്ലാം ഇഷ്ടക്കേടോട് കൂടിയാണ് പറയുന്നത്. അന്നേരം ഗംഗ പറയുന്നുണ്ട് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തോളാം, എത്ര ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, എൻ്റെ അനിയത്തിമാരോട് അങ്ങനെ ജോലി ചെയ്യാൻ പറയരുത് എന്ന് പറയുമ്പം സുജാത ചോദിക്കുന്നുണ്ട് അതെന്താ നിൻ്റെ അനിയത്തിമാർ വെണ്ണ കൊണ്ടുണ്ടാക്കിയതാണോ, സാധാരണ സ്ത്രീകളൊന്നും അല്ലേ, അവർക്ക് ജോലി ചെയ്താൽ എന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുമ്പം അല്ല ജോലി ഞാൻ ചെയ്തോളാമല്ലോ, ജോലി ചെയ്ത് കിട്ടിയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ഗീത പറയുന്നുണ്ട് ഇവിടെ വന്ന് വെറുതെ അഭയാർത്ഥികളെ പോലെ കയറി കിടക്കുവാണ് 5-6 എണ്ണം, എന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിലും ബഹളവുമൊക്കെ, ഇനിയിപ്പം ജോലി ചെയ്യുന്നത് നീ ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജോലി ചെയ്യേണ്ട സമയത്ത് ഇവിടെ കാണണം, അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിയും കൊണ്ടല്ല നിൻ്റെ അമ്മൂമ്മയെ കൊണ്ട് വരെ ജോലി ചെയ്യിപ്പിക്കും എന്ന് പറയുക. അന്നേരം ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് കാവേരി വരുന്നത്. നീ എൻ്റെ അമ്മൂമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൂടി എന്ന് ചോദിച്ചാൽ അവിടെ ഇരുന്നൊരു പടവലങ്ങി എടുത്ത് ഓർമ്മ അടി വെച്ച് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവും. അന്നേരം ഗീത പറയുന്നുണ്ട് അമ്മ വിടമേ, അവൾ എന്നെ അടിക്കുമെന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കാവേരി പറയുന്നുണ്ട് ആരാ നിന്നെ തല്ലാൻ നിൽക്കുന്നത്, നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയോട് ചീത്തയാണ്, പിന്നെ
ഞങ്ങളെ പറയാനാണെങ്കിലും 5-6 അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയും പെടുത്തിയില്ലേ, ഏതായാലും നിങ്ങൾക്ക് അവർ അഭയാർത്ഥിയായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ അമ്മൂമ്മ എന്നുള്ള രീതിയിൽ കാവേരി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞങ്ങളിവിടെ അത്യാവശ്യം ജോലി ചെയ്താണ് നിൽക്കുന്നത്, ഇനി ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മുഖത്ത് നോക്കി ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കോളാം, ഈ നിമിഷം ഇറങ്ങിപ്പോയിക്കോളാം, തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പുറത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് കാവേരി അപ്പുറത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പോൾ ഗീത പറയുന്നുണ്ട്, എല്ലാത്തിൻ്റെയും കൂടും കുടുക്കിയെടുത്ത് പുറത്തേക്ക് തട്ടമ്മേ, എല്ലാത്തിനും ഇറക്കി വിടുക എന്ന് പറയുമ്പം, നീ ഇപ്പം ഒന്ന് അടങ്ങുക, അത് വേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറയുവാണ് സുജാത. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഗീതയ്ക്ക്. അന്നേരം തന്നെ അടിച്ചു ഇറക്കി വിടണം എന്നായിരുന്നു ഗീതയുടെ ഒരു അഭിപ്രായം. പിന്നെ രാത്രിയിൽ എല്ലാവരോടും വിഷമിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ആട്ടും തുപ്പും കേട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അന്നേരം നിളമോളുടെ കൈയൊക്കെ ആണെങ്കിൽ സുജാതമായി നുള്ളി പറിച്ചു വെച്ചേക്കുവാണ്. അതൊക്കെ മോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷമത്തോടെ ശാരദ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന ഭേദം അങ്ങ് മരിക്കുന്നതാ, ഇങ്ങനെ ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ അമ്മ എന്നിങ്ങനെ യമുന പറയും. അന്നേരം എന്താ നിവൃത്തിയില്ലാത്തത്, നമ്മുടെ അച്ഛൻ നമുക്കുണ്ടാക്കി തന്ന വീടില്ലേ അവിടെ പോയി കഴിയണം എന്ന് പറയുമ്പം അത് ബാങ്കുകാർ സീൽ ചെയ്തേക്കും അല്ലേ എന്ന് ചോദിക്കും. അന്നേരം ശാരദ പറയുന്നുണ്ട്, വീടല്ലേ സീൽ ചെയ്തോളൂ, അതിൻ്റെ തിണ്ണയിലോ തൊടിയിലോ എവിടെയെങ്കിലും ഇരിക്കാലോ, ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന ഭേദം അവിടെ പോയി കിടന്ന് തണുപ്പോ പട്ടിണിയോ എന്തെങ്കിലും ആകട്ടെ അത് അനുഭവിച്ച് അങ്ങ് മരിക്കുന്നതാണ് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ വിനീത് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വിനീതിനും ആകെ വിഷമാവുന്നുണ്ട്. അന്നേരം അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പം ശാരദ പറയുന്നുണ്ട്, അച്ഛൻ ആ മനുഷ്യനെ പറ്റി മിണ്ടരുത്, നമ്മളെ ഇങ്ങനെ നടുക്കടലിലാക്കിയിട്ട് ആ മനുഷ്യൻ പോയില്ലേ, നമുക്ക് വേറെ ആരുമില്ല എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നോ, ഇങ്ങനെ ജീവിക്കണ്ട, ഇനിയിപ്പം നമ്മുടെ ഈ കഷ്ടകാലമൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങ് തീർന്നു കിട്ടണം എന്നൊക്കെ പറയുമ്പോഴും കാവേരി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും സംസാരിക്കരുത്, കൊച്ചി കേട്ടുകൊണ്ടിരിക്കുമല്ലേ എന്ന്. ഏതായാലും അവർക്ക് ആകെ വിഷമമാണ്. അവർ ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന വിനീത് ഓർക്കുന്നുണ്ട്, അമ്മ കാരണം, അമ്മ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ സുജാതയെ കാണിക്കുന്നുണ്ട്. സുജാത ഈ സമയം അരിയിലെ നെല്ലൊക്കെ പെറുക്കിക്കൊണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. അന്നേരം സുജാതയുടെ അമ്മ അങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ സഹായിക്കണോടി എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അമ്മ സഹായിക്കണ്ടായി, വലിയൊരു സഹായം അമ്മ ഇവിടെ 5-6 പേരെ കൊണ്ട് തട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എന്ന് ചോദിക്കുമ്പം, നിനക്കെന്താ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയോ, നീ ഒരു കാര്യം ഓർക്കണം, ഇതുപോലെ നീയും കഷ്ടപ്പെട്ടതാണ് എന്ന്. അന്നേരം സുജാത പറയുന്നുണ്ട്, അന്ന് ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരു സമാധാനമുണ്ട്, മക്കൾക്ക് വേണ്ടിയാണല്ലോ, അതെന്തെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്ന്, ഇതങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട്, എടി നീ അങ്ങനെ കഷ്ടപ്പെടുന്നതിനും 25 വർഷം മുമ്പ് ഇതേ കാര്യം ഞാൻ ചെയ്തതാണ്, അന്ന് ഇത്ര കൂടി സൗകര്യം ഇല്ലാത്ത സമയത്ത് ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചാണ് നിന്നെയും അവനെയും ഞാൻ വളർത്തി വലുതാക്കിയത്, അതിൽ മൂത്ത ഒരുത്തനെ ഈശ്വരൻ അങ്ങ് കൊണ്ടുപോയി, പിന്നെ നീ എന്നതാണ് എന്നോട് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നിനക്കറിയാലോ, നീ ഇതൊക്കെ ചെയ്യണടി എന്നൊക്കെ പറയുമ്പം സുജാത പറയുന്നുണ്ട്, അമ്മ അവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ, എന്തിനാ ഇങ്ങോട്ട് അങ്ങനെ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ശാരദ നിന്നോട് എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യുന്നത്, അവളുടെ മകൾക്ക് നിൻ്റെ മകനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, അരവിന്ദന് ഒരു മകനുണ്ട്, ആ മകന് നിൻ്റെ ഗീതയെ കെട്ടിച്ചു കൊടുക്കണമെന്ന് അവർ പറയുമ്പം ഗീതയ്ക്ക് അവനെ ഇഷ്ടമല്ല എന്നൂടെ പറഞ്ഞാൽ നീ എന്ത് ചെയ്തേനെ, ആ ഇഷ്ടക്കേട് കണ്ടില്ല എന്ന് നടിച്ച് നീ കെട്ടിച്ചു കൊടുത്തതിനെയോ, അങ്ങനെയാണോ ഒരമ്മ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഗീതയ്ക്ക് ഒരാലോചന വന്നപ്പം അവർ എടുത്താൽ പൊങ്ങാത്ത സ്വർണ്ണം ശ്രീധരമായി ചോദിച്ചപ്പം ആ സ്വർണം കൊടുത്തത് ആ ഗൾഫുകാരൻ്റെ വേർപ്പിൽ നിന്ന് തന്നെയാണ്, അത് നീ മറന്നു പോകരുത് എന്ന് പറയുമ്പം അവിടെ ഇരുന്ന് ഇങ്ങനെ സുജാത ആലോചിക്കുന്നുണ്ട്, അന്ന് എനിക്ക് വേറെ നിവൃത്തിയില്ല ഏട്ടാ എന്ന് പോയി പറഞ്ഞപ്പം നിനക്ക് ഞാനുണ്ട് എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയ അരവിന്ദൻ്റെ മനസ്സിൽ ഓർക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത്ര ഓർത്തുകൊണ്ടിരിക്കുമ്പം അച്ചമ്മ പറയുന്നുണ്ട്, നീ ചെയ്തതെല്ലാം ശരിയാണോ എന്ന് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇത്രയും പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങോട്ട് പോകും. അന്നേരം വിനീത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പണിയായി കാണിക്കുന്നത്, അവരോട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആ കൊച്ചിൻ്റെ കൈയാണേ നുള്ളി പറിച്ച് വെച്ചേക്കുക, എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഗീത വരും. എന്നിട്ട് അവർ നിന്നോട് വന്ന് പരാതി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പരാതി പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഇവിടുത്തെ കാര്യം ഞാനും കൂടിയാണ് നോക്കുന്നത്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അത് എനിക്കിവിടെ ഇഷ്ടമുള്ള രീതിയിലേ മുന്നോട്ട് പോവുകയുള്ളൂ, എനിക്കിഷ്ടമുള്ളവർ ഇവിടെ താമസിക്കും, അത് ഇഷ്ടമല്ല എന്ന്, അത് സഹിക്കാൻ പറ്റിയല്ലാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല, ഇറങ്ങിപ്പൊയ്ക്കോണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിനീത് അങ്ങ് പോകുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല ഗീതയ്ക്ക്. ഗീതേനെയാണ് പറഞ്ഞതെന്ന് ഗീതയ്ക്ക് മനസ്സിലായി, എങ്കിലും ഗീത അത് തിരിച്ച് സുജാതയുടെ തലയിലേക്ക് വെക്കുക. സുജാതയോട് പറയുവാണ്, ഈ പറഞ്ഞത് അമ്മയോട് കൂടിയാണ്, ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങിപ്പൊയ്ക്കോളാൻ, ഇവൻ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അമ്മയുടെ തല വെട്ടിക്കൊണ്ട് വരാൻ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സുജാതേനെ എരികേറ്റി വിടും.
ഗീത അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും സുജാത ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അവരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അവരെല്ലാം ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുമായിരുന്നല്ലോ. അവിടെ ചെന്നിട്ട് ചോദിക്കുവാണ്, എനിക്ക് ഇപ്പോൾ അറിയണം, നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ഈ നിമിഷം അറിയണം എന്ന് പറയുവാണ്. കാരണം എത്ര ദിവസം അവിടെ കഴിയും എന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി വരണം അതിനുവേണ്ടി. അതങ്ങനെ വലിയ ബഹളമാകുന്നു, വഴക്കാവുന്നു. അങ്ങനെ കാവേരിയും അതുപോലെ സഹോദരങ്ങളും അമ്മയും അച്ഛമ്മയും എല്ലാവരുടെ ആ വീട് വിട്ട് ഇറങ്ങുവാണ്. അവർ ആ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തു പോയി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കും കേട്ടോ. അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട്, ഇവിടെ രാത്രിയിലും കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന്. അന്നേരം കാവേരി പറയുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ആ വീട്ടിലുള്ള സാധനങ്ങളെക്കാൾ ഭേദമായിരിക്കും കാട്ടുമൃഗങ്ങൾ എന്ന്. അങ്ങനെ ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ആരോ വരുന്നതും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.